ഹായ് ഓൾ. പലപ്പോഴും ഒരു കോസ്മെറ്റിക് ഇഷ്യൂ ആയി മാത്രം കണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ സ്റ്റേജ് മാറും തോറും അവയ്ക്ക് സിഗ്നിഫിക്കൻറ്റ് ഡിസ്കംഫോർട്ട് നമുക്കുണ്ടാക്കാൻ പറ്റും, അമിതമായ വേദന ഉണ്ടാക്കാൻ പറ്റും, അഡ്വാൻസ്ഡ് സ്റ്റേജിൽ സ്കിൻ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും, അൾസർ പോലെയുള്ള സീരിയസ് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയുള്ള വെരിക്കോസ് വെയിൻ്റെ 6 സ്റ്റേജസും എക്സർസൈസ് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ, ഏതെങ്കിലും തരത്തിൽ വേദന കുറയ്ക്കാൻ കഴിയുമോ, ഏതൊക്കെ എക്സർസൈസാണ് ഇതിന് ഉപകാരപ്രദമായത്, അതുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. വെരിക്കോസ് വെയിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ കംപ്രഷൻ സ്റ്റോക്കിങ്ങിനെ കുറിച്ചും മെഡിക്കൽ പ്രൊസീജിയേഴ്സിനെ കുറിച്ചുമൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ പലപ്പോഴും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളുണ്ട്, അതായത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ടൂളാണ് ഈ ഫിസിക്കൽ എക്സർസൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രാധാന്യം ഈ വീഡിയോയിലൂടെ നമ്മൾക്കൊന്ന് മനസ്സിലാക്കാം. ശരീരത്തിലെ അശുദ്ധരക്തത്തെ വഹിച്ചുകൊണ്ട് പോകുന്ന രക്തക്കുഴലുകളെയാണ് വെയിൻ എന്ന് പറയുന്നത്. ഈ വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്കുള്ളിലും വയറിനുള്ളിലും ശരീരം ആസകലം നമുക്ക് വെയിനുകളുണ്ട്. എന്നാൽ നമ്മുടെ കയ്യിലും കാലിലും ഉള്ള വെയിനുകളിൽ രക്തപ്രവാഹം വാൽവ് കൊണ്ടാണ് ക്രമീകരിക്കുന്നത്. അശുദ്ധരക്തം എങ്ങനെയാണ് തിരിച്ചു പോകുന്നത്, അതായത് നമ്മുടെ ഈ ഗ്രാവിറ്റിക്ക് എതിരെയായിട്ട് കാലുകളിൽ നിന്നുൾപ്പെടെ മുകളിലേക്ക് പേശികളുടെ പമ്പിങ് ആക്ഷൻ മൂലമാണ് രക്തം തിരികെ പോകുന്നത്. ഇത്തരത്തിൽ കയറി പോകുന്ന അശുദ്ധരക്തം താഴേക്ക് ഒഴുകാതിരിക്കാൻ വാൽവുകളുണ്ട് വെയിനിൽ. ഈ വാൽവുകൾക്കോ വെയിനുകളുടെ ഭിത്തിക്കോ തകരാർ സംഭവിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നം നമുക്ക് ഉണ്ടാകുന്നത്. ഇനി ഇങ്ങനെ വെരിക്കോസ് വെയിൻ ഉണ്ടായാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണത് കാണിക്കുന്നത്? അതായത് ഈ വെയിൻസൊക്കെ തടിച്ച് കെട്ടുപിണഞ്ഞ് ചിലപ്പോൾ കാണപ്പെടും. ചിലർക്ക് ഇതുമൂലം കാല് വേദന, ചർമ്മത്തിന് നിറവ്യത്യാസം, കാലിൽ വ്രണങ്ങൾ, കാലിൽ കഴപ്പ്, മുറിവുകൾ ഉണങ്ങാതെ വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇനി ഇതിൻ്റെ സ്റ്റേജസ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾക്കും വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് സ്റ്റേജിലാണ് എന്ന് നമുക്കൊന്ന് തിരിച്ചറിയാം. സ്റ്റേജ് 0 നോ വിസിബിൾ ഓർ പാൽപ്പബിൾ സൈൻസ് ആണ്. അതായത് ഇവിടെ ഒരു ഫിസിക്കൽ സൈൻസ് നമുക്ക് കാണാനോ ഫീൽ ചെയ്യാനോ കഴിയുകയില്ല. ഇനി സ്റ്റേജ് 1 നോക്കാം. സ്പൈഡർ വെയിൻസ് അല്ലെങ്കിൽ ചെറിയ റെഡ് അല്ലെങ്കിൽ ബ്ലൂ ബ്ലഡ് വെസൽസ് നമുക്ക് കാണാൻ തുടങ്ങുന്നു. ഇവയെ ടെലാൻജക്ടേസിയ അല്ലെങ്കിൽ റെറ്റിക്കുലർ വെയിൻസ് എന്നാണ് പറയുന്നത്. പൊതുവെ ഹാംലെസ് ആണ് ഈ സ്റ്റേജിലൊക്കെ. ഇനി സ്റ്റേജ് 2 എന്താണ് സംഭവിക്കുന്നത്? വെരിക്കോസ് വെയിൻസ് വലുതാവുകയാണ്, ട്വിസ്റ്റ് ആകുന്നു, കൂടുതൽ പ്രൊമിനൻ്റ് ആയി വരുന്നു. സാധാരണ ഈ 3 മില്ലിമീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വീതിയുള്ള വിസിബിൾ വെരിക്കോസ് വെയിൻസ് ആയിട്ട് കാണാൻ തുടങ്ങുന്നു. സ്റ്റേജ് 3 സ്വെല്ലിംഗ് അല്ലെങ്കിൽ എഡിമ. ഇവിടെ വെരിക്കോസ് വെയിൻ ഉണ്ട്, പക്ഷേ കാലുകളിലും ആംഗിളിലും സ്വെല്ലിങ്ങിൻ്റെ സിംറ്റംസ് കാണാം. എന്നാൽ സ്കിന്നിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടുണ്ടാകില്ല. ഇനി സ്റ്റേജ് 4 എന്താണെന്ന് നോക്കാം. ഈ സ്റ്റേജിൽ ഏറ്റവും കൂടുതലായിട്ട് സ്കിൻ ചേഞ്ചസ് തുടങ്ങുകയാണ്. ഈ ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി മൂലം സ്കിന്നിൽ മാറ്റങ്ങൾ വരുന്നു. ഉദാഹരണത്തിന് ഡിസ്കളറേഷൻ ഉണ്ടാകുന്നു. ഈ ബ്ലഡ് ഇങ്ങനെ പൂളായിട്ട് കിടക്കുന്നത് കൊണ്ട് ബ്ലഡിൽ നിന്നുള്ള ഹിമോസിഡിറിൻ എന്ന ഡിപ്പോസിറ്റ് കാരണം സ്കിന്നിന് നിറമാറ്റം വരാം. പലപ്പോഴും ബ്രൗണിഷ് നിറമായിരിക്കും. അതുകൂടാതെ ടെക്സ്ചർ ചേഞ്ചസ് ഉണ്ടാകും. സ്കിന്ന് ഡ്രൈ ആകാം, തിന്നാകാം, ടഫാകാം. ഇത് ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂട്ടുന്നു. സ്റ്റേജ് 5 നോക്കാം. ഈ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഹീൽഡ് വീനസ് അൾസേഴ്സ്, അതായത് സ്കിൻ ചേഞ്ചസ് എന്ന് പറയുന്നത് ഒരു ലെഗ് അൾസറായി മാറുകയും അത് പിന്നീട് ഹീലാവുകയും ചെയ്യുന്ന ഒരു സ്റ്റേജാണിത്. സ്റ്റേജ് 6 ഒരു ആക്റ്റീവ് വീനസ് അൾസർ, അതായത് തുറന്ന ആക്റ്റീവായ ഒരു ലെഗ് അൾസർ കാണാം. ഇതിന് ഉടൻ തന്നെ മെഡിക്കൽ അറ്റൻഷൻ ആവശ്യമാണ്. ഇനി ഇത് വരാനായിട്ടുള്ള സാധ്യത കൂട്ടുന്ന ഘടകങ്ങൾ എന്താണെന്ന് നോക്കാം. പ്രായമേറുന്നതോടെ രക്തക്കുഴലുകൾ ദുർബലമാവുകയും അവ വലിഞ്ഞ് വെരിക്കോസ് വെയിൻ പോലെയുള്ള അവസ്ഥകളിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണ് വെരിക്കോസ് വെയിൻ വരാൻ സാധ്യത കൂടുതൽ. ആർത്തവത്തിൻ്റെ സമയത്ത് ഹോർമോണുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇതിന് കാരണം. ഗർഭകാലത്ത് രക്തയോട്ടം കൂടുമെന്നതിനാൽ ഗർഭിണികൾക്കും വെരിക്കോസ് വെയിൻ വരാൻ സാധ്യത കൂടുതലാണ്. ഇതുകൂടാതെ ആർത്തവ വിരാമത്തോട് അനുബന്ധിച്ച് ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളും വെരിക്കോസ് വെയിൻ വരുന്നതിന് സാധ്യത കൂട്ടുന്നു. അടുത്ത ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ ദീർഘനേരം നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യേണ്ട ജോലികൾ സിരകളിൽ സമ്മർദ്ദത്തിന് കാരണമാകുന്നുണ്ട്. ഇതുകൂടാതെ പൊണ്ണത്തടി, അമിതഭാരം സിരകളിൽ അമിത സമ്മർദ്ദം ചെലുത്തുന്നു. ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തായിട്ട് ഫിസിക്കൽ എക്സർസൈസിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞിരുന്നു. വെരിക്കോസ് വെയിൻ്റെ ഏത് സ്റ്റേജിലാണ് എക്സർസൈസ് ഇഫക്റ്റീവ് ആകുന്നത്?
അത് നല്ലൊരു ഒരു ചോദ്യമാണ്. ഏറ്റവും ഇഫക്റ്റീവ് ആകുന്നത് വെരിക്കോസ് വെയിൻ്റെ ഏർലി സ്റ്റേജിലാണ്. ഈ സ്റ്റേജിൽ എക്സർസൈസ് എന്താണ്, നമുക്ക് എങ്ങനെയാണ് സഹായകരമാകുന്നത്? ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും സിംറ്റംസ് കുറയ്ക്കാനും രോഗം കൂടുതൽ വഷളാകാതിരിക്കാനും സഹായിക്കും. അഡ്വാൻസ്ഡ് സ്റ്റേജിലും എക്സർസൈസ് നല്ലതാണ്, പക്ഷേ അതുകൊണ്ട് മാത്രം രോഗം പൂർണ്ണമായി മാറില്ല. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അവിടെ ആവശ്യമായിട്ട് വരും. നമുക്ക് പ്രധാനപ്പെട്ട ഒരു എക്സർസൈസ് ഉണ്ട്, കാഫ് റേസ് എക്സർസൈസ്. അതിന് കാഫ് മസിൽ എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. അതിനുശേഷം കാഫ് റേസ് എക്സർസൈസും സിംഗിൾ ലെഗ് കാഫ് റേസ് എക്സർസൈസും സീറ്റഡ് കാഫ് റേസസ് എക്സർസൈസുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പിക്ചറിൽ നമ്മൾ കാണുന്ന മസിലാണ് കാഫ് മസിൽസ്. ഗാസ്ട്രോണീമിയസും സോളിയസ് എന്ന് പറഞ്ഞ 2 മസിൽസ് ചേർന്ന് നമ്മുടെ മുട്ടിന് താഴെയായിട്ട് കാലിൻ്റെ പുറകു വശത്ത് കാണുന്ന ഈ മസിൽസാണ് നമ്മളെ ഓടാനും നടക്കാനും ഒക്കെ സഹായിക്കുന്നത്. ഈ മസിൽസിനെ സെക്കൻഡ് ഹാർട്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അശുദ്ധ രക്തത്തെ ഗ്രാവിറ്റിക്ക് എതിരായി തിരിച്ചു തള്ളാനായിട്ട് സഹായിക്കുന്ന മസിൽസാണ് കാഫ് മസിൽസ്. ഇനി നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള എക്സർസൈസ് നോക്കാം. ഈ എക്സർസൈസ് ചെയ്യുന്നതിന് വേണ്ടി നേരെ നിൽക്കുക, കാലുകൾ തോളുകളുടെ വീതിയിൽ അകറ്റി വെക്കുക. വേണമെങ്കിൽ ബാലൻസ് കിട്ടാൻ ഒരു ഭിത്തിയിലോ കസേരയിലോ പിടിക്കാം. ഇനി എക്സർസൈസ് ചെയ്യേണ്ട രീതി എന്താണ്? നമ്മുടെ കാൽ വിരലുകൾ ഉയർത്തുക, ഹീല് തറയിൽ നിന്ന് ഉയർത്തണം. കാഫ് മസിൽസ് ഒരു സ്ക്യൂസ് അനുഭവപ്പെടുന്നത് പോലെ വരണം. 1 സെക്കൻഡ് ഈ പൊസിഷനിൽ നിൽക്കുക, പതുക്കെ പഴയ പൊസിഷനിലേക്ക് വരിക, ഹീല് തറയിൽ തൊടുക. എത്ര തവണ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു 10 to 20 ടൈംസ് വരെ ചെയ്യാം. നെക്സ്റ്റ് സിംഗിൾ ലെഗ് കാഫ് റേസസ് ആണ്. ഇതിന് ഒരു കാലിൽ മാത്രം നിന്ന് കാഫ് റേസ് ചെയ്യുകയാണ്. ഇത് ഒരു കാലിൽ മസിലിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് സഹായിക്കും. ബാലൻസ് കിട്ടാൻ ഭിത്തിയിലോ കസേരയിലോ പിടിക്കാം. അടുത്തതാണ് സീറ്റഡ് കാഫ് റേസസ്. ഇവിടെ ഒരു കസേരയിലിരിക്കുക, കാൽപാദങ്ങൾ തറയിൽ വെക്കുക, തുടകളുടെ മുകളിൽ ഒരു വെയിറ്റ്, ഉദാഹരണത്തിന് ഒരു ഡംബല്ലോ എന്തെങ്കിലും വെക്കുക, കാൽ വിരലുകൾ ഉയർത്തുക, ഹീൽ മുകളിലേക്ക് കൊണ്ടുവരിക. ഇത് സീറ്റഡ് കാഫ് റേസ് മസിൽ അല്ലെങ്കിൽ സോളിയസിന് കൂടുതൽ വർക്ക് നൽകും. ഇനി വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ലെഗ് എലിവേഷൻ. നമുക്ക് ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു ദിവസത്തിൽ പല പ്രാവശ്യം നമ്മുടെ ഹൃദയത്തേക്കാൾ കുറച്ച് ഉയരത്തിൽ കാലുകൾ ഇങ്ങനെ വെക്കണം. ഇതിനായി തലയണയോ അല്ലെങ്കിൽ കുഷനുകളോ ഉപയോഗിക്കാം. ഒരു ദിവസം 3-4 പ്രാവശ്യം നമുക്കിങ്ങനെ ചെയ്യാം. ഓരോ തവണയും ഒരു 15 to 30 മിനിറ്റ് നേരം ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഉറങ്ങുമ്പോൾ കാലുകൾ അല്പം ഉയർത്തി വെക്കുന്നതും നല്ലതാണ്. നടക്കുന്നത് നല്ലതാണോ? തീർച്ചയായിട്ടും നടക്കുന്നത് നല്ലതാണ്. നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കാഫ് മസിൽസ് പ്രവർത്തിക്കുന്നു. ഈ മസിൽസിൻ്റെ കൺട്രാക്ഷനും റിലാക്സേഷനും ഇങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും കാലുകളിലെ വെയിൻസിൽ നിന്ന് ബ്ലഡ് ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും കാലുകളിൽ ബ്ലഡ് കെട്ടിക്കിടക്കുന്നത് തടയുകയും ചെയ്യും. വെരിക്കോസ് വെയിൻ വരുന്നത് തടയുകയും ചെയ്യും. സ്വിമ്മിങ് നല്ലതാണോ? തീർച്ചയായിട്ടും സ്വിമ്മിങ് നല്ലൊരു എക്സർസൈസാണ്. ബോഡി ഹൊറിസോണ്ടൽ പൊസിഷനിലാണ് അപ്പോൾ കിടക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഗ്രാവിറ്റിയുടെ പുള്ള് കുറയും. നമ്മൾ നിൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഗ്രാവിറ്റി കാരണം ബ്ലഡ് കാലുകളിലോട്ട് അല്ലെങ്കിൽ കാലുകൾ താഴോട്ട് വലിച്ച് വെയിൻസിലെ പ്രഷർ കൂട്ടുകയാണ് ചെയ്യുന്നത്. എന്നാൽ സ്വിമ്മിങ് ചെയ്യുമ്പോൾ ബോഡി നേരെ കിടക്കുന്നതുകൊണ്ട് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയും. ഇത് കാലുകളിലെ ബ്ലഡിന് ഹൃദയത്തിലേക്ക് തിരികെ പോകാൻ എളുപ്പമാകുന്നു. സ്വിമ്മിങ് ചെയ്യുമ്പോൾ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളിലും വാട്ടറിൻ്റെ പ്രഷർ ഉണ്ടാകും. ഈ പ്രഷർ കാലുകളിലെ വെയിൻസിനെ സപ്പോർട്ട് ചെയ്യുകയും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. സൈക്ലിംഗ് നല്ലൊരു എക്സർസൈസാണോ? തീർച്ചയായിട്ടും സൈക്ലിങ്ങും വളരെ നല്ല എക്സർസൈസാണ്. എന്താണ് സൈക്ലിങ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കാഫ് മസിൽസ് നന്നായിട്ട് വർക്ക് ചെയ്യും. നമ്മൾ കാഫ് മസിൽസിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതും നല്ലൊരു എക്സർസൈസാണ്. ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ വെരിക്കോസ് വെയിൻസിന് എക്സർസൈസ് നല്ലതാണ്, പക്ഷേ അത് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. എക്സർസൈസ് ലക്ഷണങ്ങൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുമെങ്കിലും പ്രോപ്പർ മെഡിക്കൽ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഒരു ഡോക്ടറെ കണ്ട് ശരിയായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത്.